പാലക്കാട് ധോണിയിൽ ജനവാസ മേഖലയിൽ തുടർച്ചയായ മൂന്നാം ദിവസവും പുലിയിറങ്ങി. മേലെ ധോണിയിലെ സുധയുടെ ഉടമസ്ഥതയിലുള്ള ആടിനെ പുലി ആക്രമിച്ചു. പുലിയെ പിടികൂടാൻ കെണി സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. നിഖിൽ പ്രമേഷുണ്ട് പാലക്കാട്. ഇപ്പോൾ വിശദാംശങ്ങളുമായി നിഖിൽ, വലിയ പ്രതിസന്ധിയിലാണല്ലോ നാട്ടുകാർ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, തുടർച്ചയായ മൂന്നാം ദിവസവും ധോണി മേഖലയിൽ പുലി ഇറങ്ങുന്നു എന്നുള്ളതാണ് ആശങ്കാജനകമായിട്ടുള്ള കാര്യം. ആദ്യ ദിവസം ജയശ്രീ എന്ന ആളുടെ വീട്ടിലെത്തി, മായാപുരത്തെ ജയശ്രീയുടെ വീട്ടിലെത്തി അവിടുത്തെ കോഴിയെ പുലി പിടികൂടിയിരുന്നു. കഴിഞ്ഞ ദിവസം നായയാണ് ആക്രമിച്ചതെങ്കിൽ ഇന്നിപ്പോൾ ആടിനെ ആക്രമിച്ചിരിക്കുകയാണ്. അങ്ങനെ ഓരോ ദിവസവും ജനവാസ മേഖലയിലേക്ക് എത്തും, വളർത്തുമൃഗങ്ങളെയും മറ്റും ആക്രമിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. ഇതിപ്പോൾ മേലെ ധോണിയിലെ സുധയുടെ വീട്ടിലെ ആടിനെയാണ് ആക്രമിച്ചിരിക്കുന്നത്. വീടിനോട് ചേർന്ന് കെട്ടിയിട്ടിരുന്ന ആടിന്റെ കഴുത്തിനാണ് പുലിയുടെ കടിയേറ്റത്. 2 ദിവസം മുൻപ് ധോണി മായാപുരത്തും ഈ പുലി ഇറങ്ങി കോഴിയെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കൂടാതെ ഇന്നലെ പ്രദേശത്ത് ഒരു നായയെയും ആക്രമിച്ചിരുന്നു. പുലിഭീതി ഒഴിവാക്കാൻ പ്രദേശത്ത് കൂട് സ്ഥാപിക്കണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ പ്രദേശവാസികൾ ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ നിരവധി ഇടങ്ങളിൽ കാട് പിടിച്ചും മറ്റും കിടക്കുന്നുണ്ട്. ഇത് വെട്ടിത്തെളിച്ച് ശുചീകരിക്കണമെന്നുള്ള ആവശ്യം കൂടി പ്രദേശവാസികൾ ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഈ മേഖല ഒരു കാലത്ത് നമുക്കറിയാം PT7 പോലുള്ള കൊമ്പന്മാർ അടക്കി വാണിരുന്ന ഒരു മേഖലയാണ്. അവിടുത്തെ ആളുകളൊക്കെ ഒരുപാട് ഉറക്കമഴച്ച് കാത്തിരുന്നതാണ്. എന്തായാലും ആനപ്പേടി പതിയെ ഒഴിഞ്ഞെങ്കിൽ ഇപ്പോൾ അവിടെ പുലിപ്പേടി കൂടി ആളുകളെ ആശങ്കയിലാക്കി രൂപപ്പെട്ടിരിക്കുകയാണ്. ഉന്മേഷ്, നിഖിൽ പ്രമേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.